എന്നാൽ മമ്മൂട്ടി എന്ന നടൻ ആ കഥാപാത്രം ചെയ്തതുകൊണ്ട് മാത്രം ആ സിനിമയ്ക്ക് ലഭിച്ച ജനകീയത ഒരുപാടാണ്. ഇത്തരത്തിൽ ഒട്ടനവധി കഥാപാത്രങ്ങൾ അദ്ദേഹം ഇതിനോടകം മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ബസുക്കയിലെ ടീസറിലെ ആ ഡയലോഗ് മലയാളികൾ ഇത്ര കണ്ട് നെഞ്ചിലേറ്റിയതും നിമിഷ നേരം കൊണ്ട് അത് പലരുടെയും സ്റ്റാറ്റസായി മാറിയതും. മമ്മൂട്ടി ചെയ്യാത്ത കഥാപാത്രങ്ങളൊന്നുമില്ല ഭായി. കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ടീസർ എത്തിയിരുന്നു. വളരെ പെട്ടെന്നാണ് ടീസർ ഏവരും ഏറ്റെടുത്തത്. ആ ടീസറിൽ മമ്മൂട്ടി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നമ്മൾ ചെയ്യാത്ത റോളൊന്നും ഇല്ല ഭായി എന്ന്. ആ ടീസറിലെ മറ്റ് ഏത് ഡയലോഗിനേക്കാളും മലയാളികൾ നെഞ്ചിലേറ്റിയത് ആ ഡയലോഗ് ആയിരിക്കും. കാരണം മമ്മൂട്ടി എന്ന നടനെ ആ വാക്കുകൾക്കുള്ളിൽ കാണാം. അദ്ദേഹം ചെയ്യാത്ത കഥാപാത്രങ്ങൾ വിരളമായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യാത്ത കഥാപാത്രങ്ങൾ ഉണ്ടോ എന്നാണ് സംശയം. സ്കൂൾ മാഷായും ലോറി ഡ്രൈവറായും പട്ടാളക്കാരനായും പോലീസുകാരനായും വേലക്കാരനായും കോടീശ്വരനായും അനവധി പടങ്ങൾ. മനോനില തെറ്റിയതും ബുദ്ധിവളർച്ചയില്ലാത്തതുമായ കഥാപാത്രങ്ങൾ മലയാളികളെ ഇന്നും അമ്പരിപ്പിക്കുകയാണ്. ഒരു വഞ്ചിക്കാരനായി മലയാള സിനിമയിലേക്ക് എത്തിയ മമ്മൂട്ടി ഇന്നും സൂക്ഷ്മതയോടെ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്ന തിരക്കിലാണ്. കാലത്തിനൊപ്പം വളരാൻ അദ്ദേഹം എന്നും ശ്രദ്ധിച്ചു. ആ യാത്രയിൽ അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തി. പുതിയ തലമുറ ആഗ്രഹിക്കുന്ന കഥാപാത്രങ്ങളായി എത്താൻ മമ്മൂട്ടിക്ക് സാധിക്കുന്നു എന്നതും അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ്. പുഴുവിലെ കുട്ടനും റോഷാക്കിലെ ലൂക്ക് ആന്റണിയും കാതലിലെ മാത്യുവുമെല്ലാം പുതുതലമുറയുടെ മനസ്സിലും മമ്മൂട്ടി എന്ന നടനെ പ്രതിഷ്ഠിക്കുന്നവയാണ്. പലപ്പോഴും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നവയിലെ മികവ് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അത് തുടക്കകാലം മുതലും അങ്ങനെ തന്നെയാണ്. വിധേയത്തിലെ മമ്മൂട്ടി കഥാപാത്രം മലയാളി പ്രേക്ഷകർക്ക് നൽകിയത് അന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തമായ ഒരു മമ്മൂട്ടിയെയാണ്. മമ്മൂട്ടി എന്ന നടന്റെ സിനിമാ ജീവിതം അവസാനിക്കുകയാണോ എന്ന സംശയം മലയാള സിനിമാ ലോകത്തെ പരസ്യമായ രഹസ്യ ചർച്ചകളിൽ ഒന്നായിരുന്നു. എന്നാൽ അന്ന് അത്തരം സംശയങ്ങളെയെല്ലാം കാറ്റിൽ പറത്തി മമ്മൂട്ടിയുടെ ഒരു ചിത്രം വീണ്ടും വെള്ളിത്തിരയിലെത്തി, ന്യൂഡൽഹി. പിന്നീട് വീണ്ടും മമ്മൂട്ടിയുടെ ഒരു കാലമായിരുന്നു. 1987 ഇറങ്ങിയ ന്യൂഡൽഹിയിലെ കഥാപാത്രത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ മറ്റൊരു കഥാപാത്രം പിറന്ന ഒരു സിനിമ കൂടി മമ്മൂട്ടിയുടേതായി ആ കൊല്ലം പുറത്തിറങ്ങി, ബാലൻ മാഷായി എത്തിയ തനിയാവർത്തനം. ഇന്നും മമ്മൂട്ടിയുടെ മികച്ച സിനിമകളുടെ പട്ടികയിൽ തനിയാവർത്തനം ആദ്യ 5-ൽ ഇടം പിടിച്ചു നിൽക്കുന്നുണ്ട്. അതേ വർഷത്തിൽ തന്നെ ഈ സിനിമകളിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തമായി മറ്റൊരു കഥാപാത്രമായി മനു അങ്കിളിൽ മമ്മൂട്ടി എത്തുന്നു. മലയാളികളെ കുടുകൂടാച്ചിരിപ്പിക്കുന്നു. ഇതൊക്കെ മമ്മൂട്ടിയുടെ മാത്രം നേട്ടങ്ങളാണ്. ഒരേ വർഷം എന്നാൽ ഒന്നിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ കഥാപാത്രങ്ങളുള്ള ഒട്ടനവധി ചിത്രങ്ങൾ. 1987 എന്ന വർഷത്തിൽ മാത്രം ഏകദേശം 15 ചിത്രങ്ങൾ മമ്മൂട്ടിയുടേതായി തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. ഇനി മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ പരിശോധിച്ചാലും അവിടെയും കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ മികവ് വീണ്ടും ഉയർന്നു നിൽക്കുകയാണ്. നെഗറ്റീവ് ഷെയ്ഡ് തനിക്ക് നൽകുമോ എന്ന ഭയം സ്വാഭാവികമായും ഏതൊരു നടനും വന്നേക്കാം. എന്നാൽ അത്തരം ചിന്തകളൊന്നുമില്ലാതെ പുഴുവിലെ കൂട്ടനായി അഭിനയിക്കാൻ മമ്മൂട്ടിക്ക് സാധിച്ചു. ഏറെ പ്രശംസയും അതിനുശേഷം മമ്മൂട്ടിക്ക് ലഭിച്ചു. കാതലിലെ മാത്യു ആകാൻ മമ്മൂട്ടി മുന്നോട്ടെത്തിയതും ഏവരെയും അത്ഭുതപ്പെടുത്തി. എന്നാൽ മമ്മൂട്ടി എന്ന നടൻ ആ കഥാപാത്രം ചെയ്തതുകൊണ്ട് മാത്രം ആ സിനിമയ്ക്ക് ലഭിച്ച ജനകീയത ഒരുപാടാണ്. ഇത്തരത്തിൽ ഒട്ടനവധി കഥാപാത്രങ്ങൾ അദ്ദേഹം ഇതിനോടകം മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ബസുക്കയിലെ ടീസറിലെ ആ ഡയലോഗ് മലയാളികൾ ഇത്ര കണ്ട് നെഞ്ചിലേറ്റിയതും നിമിഷ നേരം കൊണ്ട് അത് പലരുടെയും സ്റ്റാറ്റസായി മാറിയതും. മമ്മൂട്ടി ചെയ്യാത്ത കഥാപാത്രങ്ങളൊന്നുമില്ല ഭായി. നമ്മൾ ചെയ്യാത്ത റോളൊന്നുമില്ല ഭായി.